ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ സോറി പറയട്ടെ, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാണ്ട് രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ തിരക്കിൽ വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ നിന്നില്ല, വേഗം പണികൾ കഴിക്കാനായിട്ട് നിന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ സാമ്പാർ വെച്ചു. കിടക്കാൻ നേരത്തെ വെച്ചത്. അപ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കറിയാവും, രാവിലെ ഇവർക്ക് കൊണ്ടുപോവുകയും ചെയ്യാം, പിന്നെ നമുക്ക് ഉച്ചക്കിലേക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നല്ലൊരു നീട്ടി അരച്ചിട്ട് തന്നെ ഒരു സാമ്പാർ വെച്ചു കേട്ടോ. വറുത്തരച്ചിട്ടൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു സാമ്പാറിന് കഷ്ണം മേടിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലിക്ക് മാവ് വേണമല്ലോ. അപ്പോൾ ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉഴുന്ന് വെള്ളത്തിലിട്ടു. ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഉഴുന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടു. 5 മണിയൊക്കെ ആകുമ്പോഴാണ് വെള്ളത്തിലിട്ടത്. 5 മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ഞാൻ അരിപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അരിപ്പൊടി കലക്കിയിട്ട് ഉഴുന്നും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത് കേട്ടോ. ഉഴുന്ന് ആദ്യം അരയ്ക്കുക, എന്നിട്ട് നമ്മൾ അരിപ്പൊടിയും കൂടി ഒന്ന് കലക്കി വെച്ചിട്ട് ഈ അരിപ്പൊടിയും ഉഴുന്ന് അരച്ചതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടാവും, എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അരിയൊക്കെ ഇടാൻ മറന്നു, ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കുന്നത് അരിപ്പൊടി ഉണ്ടെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ ഉഴുന്നുണ്ടാക്കാം കേട്ടോ. അപ്പോൾ സാമ്പാർ ഞാൻ രാവിലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ്, രാത്രി ഉണ്ടാക്കിയതാണ്. എന്നാലും നമുക്ക് രാവിലെ ഒന്ന് എടുത്തിട്ട് തിളപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒന്ന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാർ കഷ്ണം മേടിച്ചതിൽ കുറച്ച് എന്താ പറയുക വെണ്ടക്കായൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വെണ്ടക്കായും കൂടി പറക്കി കൂട്ടിയപ്പോൾ അത്യാവശ്യം ഒരു ഉപ്പേരിക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം ഇരുന്ന് അരിയാണ്. ഇപ്പോൾ രാവിലെ നല്ല കുട്ടിയാട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കും. മടി പിടിച്ച് കിടന്നിട്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല. വേഗം എണീച്ച് കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്. 7 മണിയാകുമ്പോഴേക്കും നമുക്ക് ചായയും കടിയും, 7 മണി 6:30 ആകുമ്പോഴേക്കും ചായയും കടിയും ഒക്കെ ആവണം, ചോറും കറിയും ഒക്കെ ആവണം. അപ്പോൾ ഞാൻ രാവിലെ ഇത്തിരി നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കുട്ടികൾ പോയി കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക തന്നെയാണ്. പിന്നെ എന്താ പറയുക, അവർ വരണ സമയത്താണ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ഒരു ഇതിൽ. ഇന്നലെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നലെ എനിക്ക് വടക്കാഞ്ചേരിക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വടക്കാഞ്ചേരി പോകാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്താ പറയുക, അവിടെ ചെന്നപ്പോൾ എനിക്ക് പിടിക്കാനൊന്നും തോന്നിയില്ല, നിറയെ ആൾക്കാരായിരുന്നു കടയിലൊക്കെ. അപ്പോൾ പിന്നെ വീഡിയോയും പിടിച്ച് ഞാൻ തന്നെ സാധനങ്ങളൊക്കെ എടുത്തിടും വേണ്ടേ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. ആരെങ്കിലും നമ്മുടെ കൂടെ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊക്കെ ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു മടിയാവും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മുടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഉപ്പേരി ഇട്ടാൽ, നമ്മുടെ തൃശ്ശൂർക്കാർ ഇതിന് ഉപ്പേരി എന്നാണ് പറയുക. ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ളിയും മുളകൊക്കെ കുത്തി തൂമിച്ചിട്ടുള്ള ഉപ്പേരിയാണ് എനിക്കിഷ്ടം. പക്ഷെ മക്കൾക്ക് ഇഷ്ടമില്ല, അവർക്ക് ഇതുപോലെ കടുകൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവരുടെ ഇഷ്ടം നടക്കട്ടെ, പണിയും എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതാ സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് എണ്ണയിൽ വാട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെണ്ടക്കായ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് വേവിക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതിന് ചിലർ മെഴുക്ക് പുരട്ടി എന്ന് പറയും, ചിലർ ഉപ്പേരി എന്ന് പറയും. നമുക്കിവിടെ തൃശ്ശൂർക്കാർക്ക് മെഴുക്ക് പുരട്ടി ഒന്നുമില്ല, എല്ലാം ഉപ്പേരിയാണ്. എല്ലാവരും ഉപ്പേരി തന്നെ എല്ലാത്തിനും പറയുക കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് എന്താ പറയുക, അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അപ്പുറത്ത് ഇരുന്നിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒരു ട്രിപ്പ് തന്നെ ഉണ്ടാക്കണുള്ളൂ. കുട്ടികൾ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയൊക്കെ 2 ട്രിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ചിലവാകും. അവർ 10 മണിക്കും അവർക്ക് തോന്നുമ്പോൾ ഒക്കെ എടുത്ത് കഴിക്കും. പക്ഷേ അവരില്ലാത്തപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ കഴിക്കില്ല, എനിക്ക് രാവിലെ മാത്രമേ കഴിക്കുന്നത് ഇഷ്ടമുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും 10 മണിയാകുമ്പോൾ വീണ്ടും ചായ കടി എടുത്ത് തിന്നുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരൊറ്റ ട്രിപ്പ് തന്നെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ രാവിലെ ആയ കാരണം കുട്ടികൾ കഴിക്കണമില്ല കേട്ടോ. അവർ ഇപ്പോൾ ഇത്രയും ദിവസം സ്കൂളില്ലാത്തപ്പോൾ 10 മണിക്കൊക്കെ അല്ലേ 9:30-ക്കൊക്കെ അല്ലേ അവർ കഴിച്ചിരുന്നത്. മദ്രസയൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ 9:30-ക്കാണ് ചായ കുടിക്കുക. അപ്പോൾ നല്ലോണം കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർക്ക് കുഞ്ഞുമാണ് ഇപ്പോൾ തീരെ കഴിക്കാത്തത്. കുഞ്ഞുവിന് എണീറ്റ വശം ചായയുടെ കടി കഴിക്കുന്നത് ഇഷ്ടം തന്നെയല്ല. അവന് ചായ കുടിച്ച് വെറുതെ ഒരു കാലി ചായ കുടിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് എന്തെങ്കിലും കഴിക്കണത് ഇഷ്ടമുള്ളൂ. അവൻ്റെ കാര്യമാണ് ഇപ്പോൾ ആകെ കഷ്ടത്തിലായത്. അവന് രാവിലെ 6:30-ക്ക് തിന്നാൻ പറ്റണില്ല ഉമ്മ എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഒരു 2 ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 2 ഇഡ്ഡലി കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത്.
അവന് 9:30 ആകുമ്പോൾ നല്ല വിശക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ 9:30ക്ക് ട്യൂഷൻ വിടുക. 9:30 ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ 9:30ക്ക് തന്നെ ക്ലാസ്സിൽ ബെല്ലടിക്കുകയും ചെയ്യും. അപ്പോൾ അവനൊന്നും കഴിക്കാനുള്ള കൊടുത്തയച്ചാലും കഴിക്കാനുള്ള നേരമില്ല. അവൻ്റെ കാര്യം ഇപ്പോൾ ആകെ കഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും കഴിച്ച് ശീലാക്കിക്കോ രാവിലെ തന്നെ, അല്ലെങ്കിൽ വിശന്നിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ കയറി പ്രശ്നമാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളി ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും നന്നാവും കേട്ടോ. അപ്പോൾ പിള്ളേരെ ഇതുവരെ മദ്രസയിൽ കൊണ്ടാക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ചായ അവർക്ക് കൊടുക്കണ്ടേ. ആച്ചൂട്ടനും ഇഷമോൾക്കും രാവിലെ മദ്രസ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ വേഗം ആറ്റി കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. അവരവിടെ പല്ല് തേക്കലും ഡ്രസ്സ് മാറലും ഒക്കെ നടക്കുന്നുണ്ട്. അവരെ ഞാനൊരു 5:45 ആകുമ്പോൾ ഞാൻ അവരെ വിളിക്കും കേട്ടോ. പിള്ളേരെ 3 വിളിക്കും. ഇഷമോളാണ് കുഞ്ഞുവിനെ പോയി വിളിക്കാറ്. പക്ഷെ കുഞ്ഞുവിന് ഇഷ്ടമല്ല. കുഞ്ഞുവിന് അവൻ ഉറങ്ങുമ്പോൾ ഞാൻ തന്നെ പോയി വിളിക്കണമെന്നാണ് ഇഷ്ടം. ഒരു ദിവസം അവളെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ എന്തിനാ ഉമ്മച്ചി അവളെ കൊണ്ട് വിളിപ്പിച്ച്, പിന്നെ ഉമ്മച്ചി ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്നാണ് പറയുക. ഇപ്പോഴൊക്കെ കേട്ടോ ഇനി എങ്ങനെ സ്വഭാവമൊക്കെ മാറും വലുതായി കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മാറാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ രാത്രി തന്നെ പറഞ്ഞ പോലെ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ചോറ് വെക്കും. അതൊന്ന് ഞാൻ ഒരു കൊട്ടകയിൽ ചോറ് എടുത്തിട്ട് അവന് മാറ്റി വെക്കും. ഒരു പകുതി വേവായി കഴിഞ്ഞാൽ മാറ്റി വെക്കും. രാവിലെ അത് നന്നായി തിളപ്പിച്ച് വേവിച്ചിട്ടാണ് കൊടുത്തയക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. അടുപ്പത്ത് തീ ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ രാവിലെ അവർക്ക് അതൊക്കെ ആറി കഴിഞ്ഞാൽ കൊടുത്തയക്കാനും പറ്റും. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ അവൻ്റെ കുപ്പിയിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു. അപ്പോൾ ഈ വെണ്ടക്കായ ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഉപ്പേരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ പയറുപ്പേരിയോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ നല്ല ചുമയായ കാരണം മോരും കൊണ്ടുപോകാൻ പറ്റുന്നില്ല കേട്ടോ. മോര് മാത്രം ഉണ്ടെങ്കിൽ അവൻ ചോറൊക്കെ തിന്നും. പക്ഷേ നല്ല ചുമ ഉണ്ട് ഇപ്പോൾ. അത് കാരണം മോര് കൊടുത്തയക്കുന്നില്ല. പിന്നെ കുറച്ച് സാമ്പാറും കൂടി കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, രാവിലെ ശരിക്കും കഴിക്കുന്നില്ലല്ലോ, വൈകിട്ടെങ്കിലും ഉച്ചയ്ക്കെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സാമ്പാറും ഉപ്പേരിയും. പിന്നെ അവൻ്റെ സ്കൂളിലേക്ക് ഇറച്ചി മീനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയും അവൻ്റെ ചോറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയും കുറച്ച് ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്താ പറയുക, അവന് ഇഷ്ടമല്ല ഇതുപോലെ ഇങ്ങനെ ഒന്നും പാത്രത്തിലൊന്നും കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കണമെന്നൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിക്കുകയാണ്. എന്താ പറയുക, ചായയും 3 ഇഡ്ഡലി കൊടുത്തിട്ട് ആകെ 2 ഇഡ്ഡലിയെ കഴിച്ചുള്ളൂ. ബാക്കി ഒരെണ്ണം അവിടെ തന്നെ കൊണ്ടുപോയി പറ്റുന്നില്ല പറഞ്ഞിട്ട് ഞാൻ അവിടെ അടുത്തിരുത്തിയിട്ട് തീറ്റിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഞാനവിടെ ഇല്ലെങ്കിൽ അവ ഒരെണ്ണം കഴിച്ചിരുന്നുള്ളൂ. ഒരെണ്ണം കഴിച്ചിട്ട് എനിക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാനവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി കൊണ്ട് തീറ്റിച്ചു എന്നുള്ളൂ. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മൂപ്പര് സൈക്കിളിലാണ് പോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ബാഗ്. നല്ല കനമുണ്ട്. ബുക്കുകളും എന്താ പറയുക, ട്യൂഷനിലത്തുള്ള ബുക്കുകളും പിന്നെ സ്കൂളിലത്തെയും വെള്ളവും എല്ലാം കൂടി ആയപ്പോൾ നല്ല കനമുണ്ട് കേട്ടോ ബാഗ്. ഞാനൊന്ന് പിടിച്ചപ്പോൾ എന്താ പറയുക, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ തോളിലിട്ടിട്ട് അത്രയും നേരം സൈക്കിള് ചവിട്ടിയിട്ട് പോകാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് ചാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചുമയുള്ളതല്ലേ. അപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് പോയിക്കോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ അവൻ പറയാ, എനിക്ക് ഉമ്മ പണിക്ക് പോകണത് ഓർമ്മ വരുന്നു വെച്ച് ഇത് എടുക്കുമെന്നുണ്ട്. എന്താ വെച്ചാൽ വാഴാനിയത്തെ ഉമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുമ്പോൾ ഇതുപോലെ കോട്ടിട്ടിട്ട് പോകണത് അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ അവൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇവരേനൊക്കെ മദ്രസയിൽ നിന്ന് ഞാൻ പോയി വിളിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു പെടച്ചിലാണ്. 8 മണി ആയി കഴിഞ്ഞ് ഇവരേനെ കൊണ്ടുവരാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഇവരേനെ കുളിപ്പിക്കലും ഡ്രസ്സ് മാറലും. വണ്ടി വരുമ്പോഴേക്കും ആച്ചൂട്ടൻ്റെ വണ്ടി 8:50 ഉള്ളിൽ വരുന്ന പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവനെ ആദ്യം ഒരുക്കി നിർത്തും കേട്ടോ. അപ്പോൾ അവന് യൂണിഫോം കിട്ടിയിട്ടില്ല. അന്ന് പരിസ്ഥിതി ദിനമായ കാരണം പ്ലക്കാർഡൊക്കെ ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയായിരുന്നു. കുഞ്ഞവനും കൂടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കൈ പിടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി ഏത് നിമിഷവും വരാമെന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി അവനെ ഒരുക്കി നിർത്തിയതിന് ശേഷമാണ് ഇഷമോളുടെ കാര്യങ്ങൾ നോക്കുക. ഇഷമോൾക്ക് പിന്നെ 9:30ക്കാണ് ടീച്ചർ വണ്ടിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അവളുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലത്തെ ജാസ്മീനായിട്ട് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. അവളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്. ഇവളുടെ മുടിയും കെട്ടി കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആച്ചൂട്ടൻ വന്നിട്ടൊരു സ്നേഹപ്രകടനം പോവാൻ നേരത്തുള്ളൊരു സ്നേഹപ്രകടനമാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ വർത്താനമൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആച്ചൂട്ടൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇഷമോളും ആച്ചൂട്ടനും സുന്ദരന്മാരായിട്ട് വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടിയും കാത്തിട്ട് നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ ആച്ചൂട്ടൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനങ്ങനെ വണ്ടിയിൽ കയറിപ്പോയി. അടുത്തത് ഇഷമോൾ തന്നെ മെയിൻ റോട്ടിലേക്ക് ആക്കി കൊടുക്കുക എന്നാണ്. ടീച്ചർ എന്തായാലും ഇങ്ങോട്ട് വരില്ല, റോട്ടിൽ കൂടെ അങ്ങനെ പോവല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, ഇത്തിരി ഉള്ളൂ. അത് അങ്ങോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനും അവൻ്റെ വണ്ടി വന്ന് അവനെ കയറ്റി വിട്ടിട്ട് പിന്നെ വിളയാനായിട്ട് അങ്ങോട്ട് മെയിൻ റോട്ടിലേക്ക് പോവുക ചെയ്യാം കേട്ടോ. അപ്പോൾ അവൻ്റെ
വണ്ടി വന്നു, അവൻ കയറിപ്പോയി. ആ പിഷമോളാണ് വീഡിയോ പിടിക്കുന്ന ടൈം. ഞാൻ സത്യത്തിൽ അത് മറന്നിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കേണ്ട കാര്യം. എനിക്ക് ഈ സമയമൊക്കെ ഒരു വെപ്രാളം, എന്താണാവോ വണ്ടി വരാത്തത്. പിന്നെ നമ്മുടെ ഫോണിന് എന്താ വെച്ചാൽ ഒരു കുഴപ്പമുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ കോൾ വരുന്നത് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇഷമോളനായിട്ട് മേറോട്ടിക്ക് വന്നിരിക്കുകയാണ്. അപ്പം പിന്നെ അവളുടെ വണ്ടി കൂടി ഇപ്പോൾ വരും. അപ്പോൾ നാളെ നല്ലൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.